ഹലോ എവ്രി വൺ, നമുക്കൊരു ബാലി ട്രിപ്പ് പോയിട്ട് വന്നാലോ? ഈ വീഡിയോ ഒരു വ്ളോഗിൻ്റെയും എൻ്റെ റെക്കമെൻഡഡ് പ്ലേസസിൻ്റെയും ഒരു മിശ്രിതമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ബാലിയിൽ അറൈവായി. ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടൽ ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ ഉബുദിലോട്ടാണ് ആദ്യം പോയത്. അപ്പോൾ ഉബുദ് മെയിൻലി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, അങ്ങനെ പാർട്ടി ഏരിയ അല്ല. അപ്പം ഞങ്ങൾ എടുത്ത ഹോട്ടൽ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട്, ചുറ്റും ഒരു പുറയിൽ കുറേ കാടും, പുറത്ത് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കഴിക്കാനൊന്നും അധികം സ്പോട്ട്സ് ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഭയങ്കര എന്താ പറയുക, റിഫ്രഷിങ്ങും ഭയങ്കര കാമൊക്കെ ആയിരുന്നു. ആൻഡ് ഞങ്ങൾ ഉബുദിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സ്പോട്ട് ക്രേത്യ, ഭയങ്കര ഫേമസ് ആണത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അവരുടെ പൂളൊക്കെ വിത്ത് റൈസ് ഫീൽഡ് വ്യൂ പുറകിലുള്ളതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പക്ഷേ ഐ വുഡ് റെക്കമെൻഡ് ഗോയിങ് ഒരു ഡേ ടൈമിൽ, കാരണം എല്ലാവരും ഡേ ടൈമിലാണ് പോകുക, എന്നാലേ ആ റൈസ് ഫീൽഡൊക്കെ വരെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ പോയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് വ്യൂസൊന്നും അത്ര അടിപൊളിയായിരുന്നില്ല. സെക്കൻഡ് ഞങ്ങൾ പോയ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് മങ്കി ഫോറസ്റ്റ്. ഇവിടെ എന്തോരം തരം മങ്കീസ് ആയിരുന്നു, പല ഏജ് ഗ്രൂപ്പിലുള്ള മങ്കീസ് ഉണ്ട്. പിന്നെ ഞങ്ങളത് കറക്റ്റ് വാലന്റൈൻസ് ഡേയുടെ അന്നാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോൾ കുറേ കപ്പിൾ മങ്കീസിനെ കണ്ടില്ലേ, ഇവരെ കണ്ടില്ലേ? ഭയങ്കര ക്യൂട്ടായിട്ടുള്ള രണ്ട് കേജിൻ്റെ അപ്പുറത്ത് നിന്ന് കൈകോർത്ത് പിടിക്കുന്ന മങ്കീസിനെ കണ്ടു. ഓടിൻ്റെ പൊക്കത്ത് കയറിയിരുന്ന് വാല് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന മങ്കീസിനെയും കണ്ടു. സോ കറക്റ്റ് വാലന്റൈൻസ് ഡേയുടെ അന്ന് അങ്ങനെ കാണാൻ പറ്റിയതിൽ ഫീൽസ് നൈസ്. ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പോകാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നി. ആൻഡ് ഇവിടെ ഈ മങ്കി ആണെങ്കിൽ കണ്ണ് കാണാത്ത ഒരു മങ്കിയാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കേജിലിട്ടേക്കുന്നത്. പിന്നെ അതേപോലെ വയ്യാത്ത മങ്കീസിനൊക്കെ ഇവിടെ ഇങ്ങനെ ഓൾഡായിട്ടുള്ളവരെയൊക്കെ ഇങ്ങനെ കേജിലിട്ട് അവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. പിന്നെ മങ്കീസ് മാത്രമല്ല, ഇവിടെ ഈ ഭയങ്കര കാട് പോലെയാണ് ഈ ഏരിയ മൊത്തം. അപ്പോൾ അത് നല്ല രസം, ഭയങ്കര നേച്ചറിസ്റ്റിക്കായിട്ട് കാണാനും ഭയങ്കര പീസ്ഫുൾ കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആൻഡ് ഇവിടെ തന്നെ എന്തൊക്കെയോ ഡാൻസ്, ഇവരുടെ കൾച്ചറൽ പെർഫോമൻസ് ആയിട്ട് എന്തോ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇതിൽ കൂടി ഇങ്ങനെ നടക്കാനും ഈ മരങ്ങളും ഈ മങ്കിയും ഇങ്ങനെ കുറേ അരുവി പോലെ വെള്ളമൊക്കെ ഒഴുകുന്നതും കാണാൻ ഭയങ്കര കാമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. പക്ഷേ ഇവിടെ വരാൻ നേരത്ത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്ക്, കാരണം കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഈ മങ്കീസ് എടുത്തുകൊണ്ട് തട്ടിപ്പറിച്ചുകൊണ്ടും പോകുന്നത്. പിന്നെ എല്ലാവരും ഒന്നും ഫ്രണ്ട്ലി അല്ല. മങ്കീസ് ചിലവരൊക്കെ കുറച്ച് വയലൻ്റ് ആയിരുന്നു, ചിലവരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ കയറി ഇരുന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. മൂന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ സ്ട്രീറ്റ്. ഇത് ഞങ്ങൾ താമസിച്ച ഉബുദിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു 30 മിനിറ്റ്സോളം ഡ്രൈവ് ഉള്ളൊരു സ്ഥലമാണ്. ഈ സ്ട്രീറ്റിൽ ഭയങ്കര നൈറ്റ് ലൈഫ്, ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. കുറേ കടകളും ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. മെയിൻലി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ട് വറൂങ് ആണ്. വറൂങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തട്ടുകട പോലത്തെ കുഞ്ഞി ചെറിയ കാശ് കുറഞ്ഞ ഫുഡ് കഴിക്കുന്ന സ്പോട്ട്സ്. പക്ഷേ ഈ കോമ്പൗണ്ട് വറൂങ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്പേസൊക്കെ ചെറുതാണെങ്കിലും കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡും കിടിലൻ, സർവീസും കിടിലൻ. ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഫോർത്ത് പ്ലേസ് ഇസ് മൗണ്ട് ബത്തൂർ. പക്ഷേ ഇവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര നേരത്തെ എണീറ്റ് വേണം. ഞങ്ങൾ വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ എന്തോ എണീറ്റ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങളൊരു പാക്കേജാണ് എടുത്തത്. ക്ലൂക്ക് വഴി ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ സൺറൈസ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മളൊരു മലയുടെ മുകളിലോട്ട് ഈ വണ്ടിയിലിരുന്ന് തന്നെ പോകാം, നമ്മൾ ഹൈക്ക് ചെയ്യേണ്ട. നമ്മൾക്ക് ഈ ജീപ്പിലിരുന്ന് തന്നെ നമ്മൾ പൊക്കത്ത് കൊണ്ടുപോകും. ഭയങ്കര കുടുക്കമുള്ള വഴിയാണ്, ഭയങ്കര കുടുക്കം. അപ്പോൾ നടുവേദന ഉള്ളവർക്കോ പ്രഗ്നൻറ്റ് ലേഡീസിനൊന്നും ഇതും പറ്റത്തില്ല. ആൻഡ് ഇവിടെ സൺറൈസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് സൺറൈസ് കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച അത്ര പെർഫെക്റ്റ് സൺറൈസ് കിട്ടിയില്ല. പിന്നെ ബെസ്റ്റ് പാർട്ട് ഞങ്ങളുടെ പാക്കേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ആൻഡ് ഡ്രൈവർ എല്ലാവരും ഒരാളാണ്. അയാൾ നമുക്ക് വേണ്ടി ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും എടുത്തു തരും എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് അവരുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഇസ് സോ അമേസിങ്. ഇവരൊക്കെ നമ്മളതിനും ഭയങ്കര സ്കിൽഡായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ബ്ലാക്ക് ലാവയിലോട്ടാണ്. അത് മൗണ്ട് ബത്തൂറിന് റപ്റ്റായ വോൾക്കാനോൻ്റെ ആ ലാവ സോളിഡിഫൈ ആയിട്ടുള്ള ഈ റീജിയനാണ്. മൊത്തം ബ്ലാക്ക് റോക്സ് പോലെ. അതും ഒരു ഫോട്ടോ സ്പോട്ടായിരുന്നു. ഞങ്ങൾ അവിടെയും വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു ഈ കഫേ. ഇതിൻ്റെ പേര് കുമലിലർ എന്നാണ്. ഇത് അത്ര എക്സ്പെൻസീവും അല്ല, എന്നാൽ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു ഓൾ ഇൻ വൺ പാക്കേജാണെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ ഒരു കഫേയും ഉണ്ട്. ആൻഡ് ഇവർ തന്നെ പലതരം കോഫി ബീൻസ് ഉണ്ടാക്കുന്നുണ്ട്. കോപ്പി ലുവാക്കില്ലേ, ഫേമസ് ആ ഒരു ആനിമലിൻ്റെ പൂപ്പിൽ നിന്ന് ഉണ്ടാക്കണ കോഫി ഇവരിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതും വേറെ പലതരം കോഫി. പിന്നെ ഇവിടെ ഹണി കോമ്പിൻ്റെ എന്തോ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ബാലിയിലെ ഏറ്റവും ഫേമസ് സാധനമാണല്ലോ മറ്റേ ബാലി സ്വിങ്. ഇവിടെയും ഒരു ബാലി സ്വിങ് ഉണ്ട്, പലതരം ബാലി സ്വിങ് ഉണ്ട്. പിന്നെ അങ്ങനെ പല സാധനങ്ങളുണ്ടായിരുന്നു, ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് ചില്ല് ചെയ്യാൻ.
ഒരു കുറച്ച് നേരം ഒരു നൂൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. ഇവിടുത്തെ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ നടന്ന് ഇവരുടെ പലതരം കോഫീസ് ഞങ്ങൾ കാണിച്ചു തന്നു. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത് എത്ര നേരം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സ് ഞങ്ങൾ കാണിച്ചു തന്നു. ഇത് എത്ര നേരം ഇവർ ഉണക്കാൻ വെക്കും, പിന്നെ ഇത് എത്ര നേരം ഇങ്ങനെ ഇടിക്കും, എത്ര നേരം ബോയിൽ ചെയ്യും, അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഞങ്ങൾ കാണിച്ചു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇപ്പം ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവർ കോഫി ലുവാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സൊക്കെ. After we clean the poo, we dry them under the sun about 1 week, and then we get this. What is this? That's chocolate. Cocoa. Cocoa. Yeah, we also produce You chocolate have here. cocoa? Sure. This is the cheese. You have the fruit cocoa? അപ്പറ്റൈസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? No, I mean, we never tried before. Oh, Are we able to to? eat? Not. When we're roasting our coffee 45 minutes. 45 minutes. Yeah, for 1 kilogram. Until the color change become dark brown like this. Yeah, you want to smell it? Yeah. I give you smell it, the powder, because the powder more strong smell. This is from animal. Very strong. Compare with the barley coffee, so you know how they different. Smells different? That's the difference. This is same bean from Arabica but different process. Yeah. To get the powder, we mortar and pestle. ഇത് This is how we വെച്ച് grind it. ഇടിച്ച് ചതച്ചാണ് പൗഡർ ഉണ്ടാക്കണത് അല്ലേ? Crust. അവിടുത്തെ പണിക്കാരനാക്കാം. ഒരു ഓൾ ഇൻ വൺ സ്ഥലമാണല്ലേ. സ്വിങ് ഉണ്ട്, കോഫി വെറൈറ്റീസ്, കഫേ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏറ്റവും വലിയ കാര്യമാണിത്. ഇവർ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ തരം കോഫീൻ്റെയും ടീൻ്റെയും സാമ്പിൾ തന്നു ഫ്രീ ആയിട്ട്. ഈ ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചേക്കണ 8-10 എന്തോരം ഉണ്ടെന്ന് ഓർമ്മയില്ല. ഇത് ഒരു കുഞ്ഞു സാമ്പിൾ എല്ലാം കോഫി ടീ തന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇവരുടെ ഇൻറ്റൻഷൻ നമുക്കിതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് നമ്മൾ ഇവിടുന്ന് ഈ കോഫീൻ്റെയും ടീ ഇതും പർച്ചേസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ വാങ്ങിയില്ല, എയർപോർട്ടിൽ നിന്ന് വല്ലതും വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. പക്ഷേ ആ ഒരു ഓരോ തരം ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് കോഫിയും ടീ ഒക്കെ ട്രൈ ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിരുന്നു. പിന്നെ ബാലിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യമാണ് റിവർ റാഫ്റ്റിങ്ങും ATV റൈഡും. ബാലിയിൽ വന്ന ആരാണല്ലോ ഇത് ചെയ്യാത്തത്? അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ക്ലൂക്ക് വഴി ഒരു പാക്കേജാണ്. ഈ ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കുറേ പാക്കേജുകളുണ്ട്, കുറേ കമ്പനീസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ കമ്പാരിറ്റീവ്ലി റൈഡ് ബാലി അഡ്വഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നു കുറച്ചും കൂടെ ചീപ്പർ. ഞങ്ങളത് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ATV റൈഡ് മൊത്തത്തിൽ 30 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിവർ റാഫ്റ്റിംഗ് മൊത്തത്തിൽ 2 hours ആയിരുന്നു ഞങ്ങൾ റിവറിൽ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നി അത് ഭയങ്കര ലോങ് ആയിരിക്കും, ടയർഡാവും, ബോറടിക്കും എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ആ 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. നമ്മുടെ കൂടെ ബോട്ടിലൊരു ഫാമിലി ഉണ്ടായിരുന്നു ആൻഡ് ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ആ ഗൈഡാണെങ്കിൽ ഒന്നും പറയാനില്ല, 10 on 10. ഞങ്ങൾക്ക് ഭയങ്കര ഫണ്ണി ആയിരുന്നു. കുറേ ഞങ്ങളിങ്ങനെ ചിരിപ്പിച്ച് ഭയങ്കര എൻ്റർടൈനിങ് ആക്കി ആ എൻറ്റയർ റൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു എക്സ്പീരിയൻസ്. ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് ഓരോരോ സ്റ്റോപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോപ്പിലൊക്കെ ഇവർ ഒരു ചെറിയൊരു കട പോലെ ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഡ്രിങ്ക്സും ഫുഡൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഒരു സ്റ്റോപ്പാണിത്. അവിടെ ചെന്ന് എല്ലാവർക്കും ഒരു ലൈറ്റ് റിഫ്രഷ്മെൻറ്റ്. വേറെ എനിക്ക് ഉബുദിൽ ഇഷ്ടപ്പെട്ട ഒരു ഈറ്റിംഗ് സ്പോട്ടാണ് സാപ്ര കിച്ചൺ ആൻഡ് ബാർ. ഇവിടുത്തെ ഫുഡ് ലോക്കൽ ഫുഡല്ല, വെസ്റ്റേൺ ഫുഡാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ലൈവ് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടുത്തെ ആംബിയൻസ് നല്ല രസമായിരുന്നു. ഉബുദിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്ഥലമാണ് ചങ്കു ഓർ കങ്കു. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ താമസിച്ചത് വൈറ്റ് പെപ്പർ എന്ന് പറഞ്ഞ ഒരു Airbnb ആണ്. ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു സൂപ്പർ വില്ലയായിരുന്നു അത്. ഒരു പ്രൈവറ്റ് പൂളുണ്ട്, 2 റൂമാണ്. അപ്പോൾ ഒരു 4 പേർക്കെങ്കിലും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് വലിയൊരു പൂൾ ടേബിളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. പക്ഷേ ദ സാഡ് പാർട്ട് ഈസ് ഞങ്ങൾക്ക് ആ വില്ലയിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. കാരണം ഈ കങ്കുലോ ഞങ്ങൾ ആകെ 2 days എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാനുള്ള സമയം വളരെ വളരെ കുറവായിരുന്നു. കങ്കൂല് വന്നിട്ട് ഞങ്ങൾ ആദ്യം പോയ സ്ഥലമാണ് മാലിനി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ വില്ലയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് 1.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. ആൻഡ് വി ഡിസൈഡഡ് ടു ടേക്ക് ഗ്രാബ് സ്കൂട്ടർ അങ്ങോട്ട്. അപ്പോൾ 2 പേര് 2 സ്കൂട്ടറിൽ നിന്ന് 1.5 മണിക്കൂർ എടുത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ടയർഡായിപ്പോയി. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈ സ്ഥലം അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത് നല്ല ഒരു ഇൻസ്റ്റഗ്രാം സ്പോട്ടാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
എന്തായാലും ഡേ ലൈറ്റ് ഉള്ള സമയത്ത് പോവാ, ഇല്ലെങ്കിൽ ആ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. രാത്രി പോയി കഴിഞ്ഞാൽ ലിറ്ററലി പിച്ച് ബ്ലാക്ക് ആണെന്ന് ഞാൻ കേട്ടെ. അപ്പോൾ അതത്ര വർത്താവില്ല. പക്ഷേ ഇവരുടെ ഫുഡിന് ഭയങ്കര നല്ല റിവ്യൂ ആണെങ്കിലും എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഐ വുഡ് ഗിവ് ഇറ്റ് എ 7 on 10. ബട്ട് ദ വ്യൂവിന് വേണ്ടി ഇറ്റ്സ് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്ന് ഞാൻ പറയും, നിങ്ങൾ അടുത്ത് വല്ലതുമാണ് താമസിക്കുന്നുണ്ടെങ്കിൽ. ബട്ട് 1.5 hours അല്ലെങ്കിൽ അതിനേലും ലോങ്ങർ റൈഡ് എടുത്ത് ഇവിടെ വന്ന് വ്യൂ കാണാമെന്നുള്ളതിൽ ഐ വുഡൻറ്റ് റെക്കമെൻഡ്. ബട്ട് സോ ഡിപ്പെൻഡിങ് ഓൺ വെയർ യു ആർ സ്റ്റേയിങ്, ഇവിടെ പോകണോ വേണ്ടിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മൈ ലാസ്റ്റ് റെക്കമെൻഡേഷൻ ഇസ് ന്യൂസാ പെനീഡ. ബാലിയിൽ വന്ന ആരല്ല ഇവിടെ പോകാത്തത്, കാരണം അത് അത്ര ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ ആ ബ്ലൂ വാട്ടറും ആ ക്ലിഫും എന്തൊരു ഭംഗിയല്ലേ അത് കാണാൻ. ഇതും ഞങ്ങളൊരു പാക്കേജ് എടുത്താണ് പോയത്. ഞങ്ങളുടെ വില്ലേയിൽ നിന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്ത് ബോട്ട് ജെട്ടീൻ്റെ അങ്ങോട്ട് പോയി. ആൻഡ് ദെൻ അവിടെ നിന്ന് ബോട്ട് എടുത്ത് ഞങ്ങൾ ന്യൂസാ പെനീഡ ഐലൻഡിലേക്ക് പോയി. ബോട്ടിൻ്റെ ഫീസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഈ ഐലൻഡിൽ കുറേ പ്ലേസസ് ഉണ്ട് വിസിറ്റ് ചെയ്യാനുള്ളത്. കെലിക്കിൻ ബീച്ച്, പിന്നെ ഡയമണ്ട് ബീച്ച്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാക്കേജിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ആൻഡ് ദെൻ ഞങ്ങൾക്കൊരു ലഞ്ചുമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആൻഡ് ഞങ്ങൾ പോയ സമയത്ത് ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ എബിൻ ഇതിന് മുമ്പ് ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പം ഹീ ടോൾഡ് മീ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഇത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്ലേസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്കും, അങ്ങോട്ടേക്കുള്ള വഴിക്ക് ഭയങ്കര കുടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ടയർഡായിപ്പോയി. ഒരു സ്ഥലം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വി ഡിസൈഡഡ് ചില പോകാനുള്ള സ്പോട്ട് ഞങ്ങൾ പാക്കേജിലുള്ള സ്പോട്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു സ്പോട്ടിൽ ഞങ്ങൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു. ആ എക്സ്ട്രാ ടൈം വെച്ച് നമ്മൾ കെലിക്കിൻ ബീച്ചിൻ്റെ താഴേക്ക് ഹൈക്ക് ചെയ്തിറങ്ങി. അത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഹൈക്കായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഒരു വൺ ഓഫ് എൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. അതൊരു വൺ ടൈം എങ്കിലും ചെയ്യാൻ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വന്നിട്ട് ആ ബീച്ചിൽ പോയിട്ടുള്ളത്. കാരണം ബീച്ചിലോട്ട് എത്താൻ ഭയങ്കര പാടായതുകൊണ്ട് ആകെ കയ്യിലുണ്ടാകുന്ന അത്ര ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അവിടെ എത്തുമ്പോൾ ഉള്ള ഒരു റിവാർഡിങ് ഫീലിംഗ് ഒക്കെ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നിങ്ങളവിടെ പോകുമ്പോൾ എൻഷുർ യു ഹാവ് സൺസ്ക്രീൻ ഓൺ, നല്ലൊരു ക്യാപ്പ് ആൻഡ് SPF പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ടാനായി കരിഞ്ഞു പോയി. പിന്നെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക, കയ്യിൽ ഒന്നും പിടിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തെങ്കിലും ബാഗ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഈ ബീച്ചിൻ്റെ വേവ്സ് ഒക്കെ കുറച്ച് റിസ്ക്കിയാണ്. സോ ബി കെയർഫുൾ വെൻ യു ഡൗൺ ദെയർ. ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ലിഫ്റ്റൊക്കെ ഇവർ പണിയുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കേട്ടത് അത് ആൾക്കാർ അതിനെതിരായിട്ട് അത് പൊളിച്ച് മാറ്റാനുള്ള ഓർഡർ വന്നു എന്നൊക്കെയാണ്. ബട്ട് ഇൻ കേസ് ആ ഒരു ലിഫ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബീച്ച് ഭയങ്കര ക്രൗഡഡ് ആവും. അപ്പോൾ അതിന് മുമ്പ് അങ്ങോട്ട് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ പ്ലേസ് ഇപ്പോഴും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുവാണ്. സോ എന്തായാലും പറ്റുവാണെങ്കിൽ പോവാം.